നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോടികൾ മുടക്കി പരസ്യം നൽകിയും വിദേശയാത്ര നടത്തിയും KSFE മുടിച്ച പ്രവാസി ചിട്ടി 850 കോടി നഷ്ടത്തിൽ പഞ്ചറായി വഴിയിലായി. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അനിഷ്ടം താങ്ങാനാവാതെ കമ്പനി MD പുരുഷോത്തമൻ രാജിവെച്ചു. കാലാവധി കഴിഞ്ഞതാണ് രാജിക്ക് കാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും സർക്കാരിന്റെ അതൃപ്തിയാണ് കാരണം എന്നറിയുന്നു. പ്രവാസി ചിട്ടിയിൽ സർക്കാർ ലക്ഷ്യമിട്ടത് 1000 കോടിയാണ്. എന്നാൽ കിട്ടിയത് 149 കോടി മാത്രമാണ്. പ്രവാസി ചിട്ടിയുടെ പ്രചരണത്തിനായി 1.5 കോടിയിലധികം മുടക്കിയെന്നാണ് സൂചന. ധനമന്ത്രിയും ധനവകുപ്പിലെയും KSFEയിലെയും ഉയർന്ന ഉദ്യോഗസ്ഥരും പ്രവാസി ചിട്ടി പിരിക്കാനെന്ന പേരിൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു. മന്ത്രിയുടെ സന്ദർശനം ഒഴിച്ചുള്ളവ KSFEയിൽ നിന്നാണ് ചിലവിട്ടത്. പൊതുവെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് KSFE. അവിടെ പ്രവാസി ചിട്ടി ഇല്ലെങ്കിലും നഷ്ടമൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലായിരുന്നു. എന്നാൽ പ്രവാസി ചിട്ടിയിൽ നിന്നുള്ള ലാഭം കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കും എന്നായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. ഇംഗ്ലണ്ട്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ മലയാളികൾക്കിടയിൽ വലിയ പ്രചരണമാണ് സർക്കാർ നടത്തിയത്. തിരുവനന്തപുരത്ത് സർക്കാർ നടത്തിയ പ്രവാസി കൂട്ടായ്മയിലും KSFEയിൽ നിന്നും ലക്ഷങ്ങൾ ചിലവിട്ടു. എന്നാൽ അതെല്ലാം ഭദ്രകർണങ്ങളിലെത്തിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. UAEയിൽ നിന്ന് മാത്രം 102.18 കോടി ലഭിച്ചപ്പോൾ ധനമന്ത്രി തന്റെ ഇച്ഛാഭംഗം മറച്ചുവെച്ചില്ല. 2018 നവംബറിൽ മാത്രമാണ് ചിട്ടി ഓൺലൈനിൽ ആരംഭിച്ചതെന്നും അതാണ് പദ്ധതി വിജയിക്കാൻ തടസ്സമായതെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതിക്ക് വേണ്ടി എത്ര തുക ചെലവാക്കിയെന്ന് എന്നെ നെല്ലിക്കുന്ന് MLA ചോദിച്ചതുമില്ല, മന്ത്രി പറഞ്ഞതുമില്ല. മന്ത്രി ഐസക്കിന്റെ സ്വപ്ന പദ്ധതി ഇല്ലാതായെന്ന് KSFE അധികൃതർ തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ വരും വർഷങ്ങളിൽ പദ്ധതി വിജയകരമായി നടത്താൻ കഴിയുമെന്ന് സർക്കാർ കരുതുന്നു. അതിനിടെ പ്രവാസി ചിട്ടിയുടെ പേരിൽ ലക്ഷങ്ങളുടെ പരസ്യമാണ് സർക്കാർ നൽകുന്നത്. പ്രവാസി ചിട്ടി ഒരു കൂട്ടം ഉദ്യോഗസ്ഥർക്ക് ചുളുവിൽ വിദേശ സഞ്ചാരം നടത്തുക എന്ന ഉദ്ദേശത്തോടെ തുടങ്ങിയതാണെന്ന് ജീവനക്കാർ പറയുന്നു. ഇതിന്റെ പ്രയോജനം കമ്പനി ഉദ്യോഗസ്ഥയ്ക്ക് പുറമെ സെക്രട്ടേറിയറ്റിലെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർക്കും ലഭിക്കുന്നുണ്ട്. പദ്ധതി തുടർന്നും നഷ്ടത്തിലായാൽ സർക്കാരിന് പ്രവാസി ചിട്ടി വേണ്ടെന്ന് വയ്ക്കേണ്ടി വരും. ഇത്തരം പദ്ധതികൾ പ്രായോഗികമല്ലെന്ന് കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചിരുന്നുവെങ്കിലും സർക്കാർ അക്കാര്യം ഗൗനിച്ചില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.